വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. ഒന്നും പറയണ്ട, ഇന്ന് നമ്മളുടെ ഗ്യാസ് ഷോർട്ടേജിൻ്റെ അല്ലെങ്കിൽ എന്തോ ഇഷ്യൂ കാരണം നമ്മുടെ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് വേറെ ഷോപ്പ് ഉണ്ടോ എന്ന് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യാന്നാണ് പറയുന്നത്. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഫുഡ് തപ്പി നടന്ന് നമുക്ക് ഫുഡ് കിട്ടിയിട്ടില്ല. നമ്മൾ ഓൾറെഡി ഒരു കടയിൽ കയറിയായിരുന്നു, പക്ഷെ ആ കടയിൽ ഇഡ്ഡലി ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ തപ്പി നടന്ന് നേരെ ചെന്നത് നമ്മുടെ ഓഫീസിനടുത്തുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. റെസ്റ്റോറൻ്റ് അല്ല, ചെറിയൊരു കഫേ ആട്ടോ അത്. മോർണിംഗ് ഫുഡും ഉച്ചയ്ക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. സീറ്റിംഗ് വളരെ ചെറുതാണ്. എനിക്ക് തോന്നുന്നു ഇവർക്ക് റെഗുലർ കസ്റ്റമേഴ്സാണ് കൂടുതലെന്ന്. പക്ഷെ നമുക്ക് അവിടെ നിന്ന് പൂരിയും അതുപോലെ ഗ്രീൻ പീസ് കറിയും നമ്മളൊരു വടയുമാണ് കഴിച്ചത്. നല്ല ടമ്മി ഫില്ലിംഗ് ആയിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ച് ആംബിയൻസും നല്ലതായിരുന്നു. ഉച്ചയായപ്പോഴത്തേക്ക് നമ്മളിതേ അമ്മയുടെയൊക്കെ ഓഫീസിലേക്കാണ്. അമ്മ ഇവിടുത്തെ ക്യാൻറ്റീൻ ജീവനക്കാരിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്കാണ് വന്നത്. ഞാനും ഉണ്ടായിരുന്നു, പാറും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഊണൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അത് ഞാൻ വിചാരിച്ചത് നമ്മൾക്ക് വേറൊരു പരിപാടി വരുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈവനിങ് പോയി നോക്കാറുണ്ട്, അതായിരിക്കും എന്നാണ്. പിന്നെ പോയപ്പോഴാണ് അവൾ പറഞ്ഞത് എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അവൾക്ക് എനിക്ക് ഡ്രസ്സ് എടുത്ത് തരാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോയതാണെന്ന്. അങ്ങനെ നമ്മൾ വെസ്റ്റ് സൈഡിലേക്കാണ് പോയത്. ഓൾറെഡി വിഷുവിന് നമ്മളിവിടെ ചെന്ന ടൈമിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആ ഒരു ബ്ലൂ ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അവൾക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ റെഗുലർ യൂസ് ചെയ്യില്ല, കാരണം വർക്കിന് പോകണോണ്ട് തന്നെ സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് പോകൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ എനിക്ക് ആ ടോപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ക്യാഷ്വലായിട്ട് എന്തെങ്കിലും മതി എന്നാണ് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കോഡ് സെറ്റാണ് അവിടെ നിന്ന് ചൂസ് ചെയ്തത്. ഒരു ചോക്ലേറ്റ് കളർ, ചോക്ലേറ്റും അല്ല, ഒരു ഡാർക്ക് ബ്രൗൺ മോഡൽ വരുന്ന ഒരു കോഡ് സെറ്റാണ് ഞാൻ വാങ്ങിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മുഖത്തിനൊക്കെ നല്ല വെട്ടം അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവളോട് പറയായിരുന്നു, അവൾക്ക് വേണ്ടി ഡ്രസ്സ് നോക്കാൻ വന്ന ടൈമിൽ എനിക്കിങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര മടിയാണ്. പക്ഷേ എനിക്ക് നോക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഞാനിവിടെ ഫുൾ അരിച്ച് പറക്കുകയാണ്. കുട്ടികളുടെ സെക്ഷൻ ഉൾപ്പെടെ ഞാൻ അടിച്ച് പറക്കുകയാണ്. ആ കാണിച്ച ആ ഒരു കോളർ ടീഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് എടുത്തില്ലായിരുന്നു. ഞാൻ ആ കോഡ് മാത്രം അവൾ ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞാനത് മാത്രമാണ് വാങ്ങിയിട്ട് ഇറങ്ങിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ എപ്പോഴത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള പൊറോട്ടയും പോട്ടിക്കറിയും വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഹൈക്കോർട്ടിൽ ജംഗ്ഷനിൽ നിന്നാണ് നമ്മളിത് വാങ്ങിക്കാറ്. ഇവിടെ 2-3 തട്ടുകട നമ്മുടെ ഫേവറേറ്റ് ആണ്. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങി വീട്ടിലോട്ട്